നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഫേസ് മസാജാണ്. അത് നമുക്ക് എന്താ പറയുക, സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഈ ഒരു മസാജിലൂടെ ഗ്ലോ ആക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഒരു 2-3 വട്ടം മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. അന്നൊക്കെ എനിക്ക് നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട്. മാസത്തിൽ ഒരു തവണ എന്നൊന്നല്ല, ആഴ്ചയിൽ ഒരു തവണ നമുക്കിത് ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല, ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ഡള്ളായി കിടക്കുന്ന മുഖത്തിനെയും, ഇപ്പം എൻ്റെ മുഖത്ത് നല്ലൊരു ഡൾനെസ് ഉണ്ട്, അപ്പോൾ ആ ഡള്ളായി കിടക്കുന്ന മുഖത്തിനെയൊക്കെ ഒന്ന് ഉണർത്താൻ വേണ്ടി നമ്മളെ സഹായിക്കണം നല്ലൊരു ഫേസ് മസാജാണ്. നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയണ, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് കളയണ സാധനം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ എനിക്കിതിന് മുമ്പ് ഇത് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് ഞാൻ വേറൊരു വീഡിയോയിലൂടെ കണ്ടത്. അതും നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, ഡൽഹിയിലത്തെ ഏതോ ഒരു കുട്ടിയുടെ ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ വേറൊരു ടൈപ്പിൽ ഞാനിത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിനേക്കാളും സിമ്പിളും എളുപ്പമാണ്, നമുക്ക് പണി കുറവുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇത് നല്ല പോലെ റിസൾട്ടും ഉണ്ട്, അതുപോലെ തന്നെ പണിയും കുറവാണ്, മറ്റേതിത്തെ പോലെ ചെയ്യണ്ട. അപ്പോൾ എന്താ നോക്കിയിട്ട് വന്നാലോ, ഇത്ര സിമ്പിളായിട്ട് ഫേസിന് നല്ല ഗ്ലോ തരണ, ഒരു ഉണർവ് തരണ ഈ ഒരു ഫേസ് മസാജ് എന്താ നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ട്, എൻ്റെ പേര് ദീപ എന്നാൽ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കി, നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനം എന്താണെന്ന് നോക്കാം. അപ്പോൾ നോക്കിയാലോ, ഇതാണ് സാധനം. നമുക്ക് വേണ്ടത് പഴത്തിൻ്റെ തൊലിയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പഴത്തിൻ്റെ തൊലിയുടെ ഉള്ളിലത്തെ സ്പൂൺ വെച്ച് ചിരണ്ടി എടുത്തിട്ട് ഞാൻ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നല്ല അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ പഴത്തിൻ്റെ തൊലി നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാണ്. ഇത് വെച്ച് നമ്മുടെ ഫേസ് മസാജ് ചെയ്ത് നല്ല സ്കിന്നിന് നല്ല ഗ്ലോ കൊടുക്കണം. നമ്മൾ പഴം വെച്ച് നമ്മൾ ചെയ്യാറില്ലേ, അതിനേക്കാളും ഇരട്ടി റിസൾട്ടാണ് പഴത്തിൻ്റെ തൊലി വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെറുതെ എങ്ങനെ വേണിച്ചാലും ചെയ്യാം. അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഇതായി തോന്നിയത്, നമ്മൾ നഖം വെച്ചോ സ്പൂൺ വെച്ചോ കത്തി വെച്ചോ ഇതിനെയൊക്കെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കാണുന്നുണ്ടോ, ഇങ്ങനെ നമ്മളൊന്ന് കുത്തി കൊടുക്കുക. എല്ലാ സൈഡും നമ്മളിങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം കുറച്ച് പാലെടുക്കുക. 1 സ്പൂൺ പാൽ മതി. ഒരു സ്പൂൺ പാലിൽ നമ്മൾ നമ്മുടെ ഈ പഴത്തിൻ്റെ തൊലി ഇങ്ങനെ ഇങ്ങോട്ട് മുക്കുമ്പോൾ എല്ലാവരുടെയും പാലാവും. പാലും പറ്റും, തൈരും പറ്റും, തേനാണിച്ചാലും പറ്റും. നിങ്ങളുടെ സ്കിന്നിൽ ചേരണത് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. ഞാനിതെല്ലാം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പാലെടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഈ പഴത്തൊലി വെച്ച് നമ്മൾ ഫേസിൽ നല്ലൊരു മസാജ് കൊടുക്കുക. ഏത് പഴത്തൊലി ആയാലും കുഴപ്പമില്ല. ഏത് പഴത്തൊലിയെന്ന് ചോദിക്കും എല്ലാവരും. ഇനി ഏത് പഴത്തൊലി ആയാലും കുഴപ്പമില്ല. നല്ലോണം പഴുത്ത പഴത്തിൻ്റെ തൊലി നമ്മൾ കളയുക ചെയ്യുക. അതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഗ്ലോ വരും. നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്ത് നോക്ക്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എത്ര ടൈം എന്നൊന്നുമില്ല, നിങ്ങളൊരു 5-10 മിനിറ്റൊക്കെ നിങ്ങൾക്കിതിങ്ങനെ, നമ്മളിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്തൊക്കെ നമുക്കിതിങ്ങനെ ഇരുന്ന് ചെയ്യാവുന്നതുള്ളൂ. പഴത്തിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളയല്ലേ ചെയ്യാറ്. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക്, നല്ല അടിപൊളിയാണ് പഴത്തിൻ്റെ തൊലി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. ഇനി പ്രത്യേക ഒരു സമയം കണ്ടതുണ്ട്, പണിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിൽ ഒന്ന് മുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫേസ് മസാജ് പല ജെല്ല് വെച്ചും എല്ലാം വെച്ചിട്ട് ചെയ്യാറില്ലേ. ഇത് നമുക്ക് അടിപൊളി പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ്. കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾ വരെ നമുക്ക് ഒന്ന് ലൈറ്റാക്കി കൊണ്ടുവരാൻ സഹായിക്കും. നമ്മളിത് എപ്പോഴും ചെയ്യുകയാണെന്ന് വെച്ചാൽ കണ്ണിനടിയിലൊക്കെ നല്ലപോലെ ചെയ്തോ, മുറിവ് പറ്റാത്ത വിധത്തിൽ എന്താണെന്ന് വെച്ചാൽ ഓരൊക്കെ കൊണ്ട് ഇതാവരുത്. അപ്പോൾ നോക്കിയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒരു പഴത്തിൻ്റെ പകുതി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ. എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, സ്കിന്ന് ഗ്ലോ വെച്ച് വരുന്നുണ്ട്. ആ ഒരു ഡൾനെസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഗ്ലോ വെച്ച് വരുന്നുണ്ട് മുഖം. ഇടയ്ക്കിടയ്ക്ക് പാലിൽ മുക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ മസാജ് കൊടുക്കുക. നമ്മൾ ഈ പാലായതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലെൻസിങ്, മുഖം ഒന്ന് നല്ലപോലെ വൃത്തിയാക്കും. അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലിയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും. പിന്നെ നമ്മൾ ഈ
മസാജ് ചെയ്യുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമുക്ക് എല്ലാ വിധത്തിലുള്ള റിസൾട്ടും അതിലൂടെ നമുക്ക് കിട്ടും. അത്രയും നല്ലതാണ്. കണ്ടോ, നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെന്ന് വെച്ചാൽ നിങ്ങൾ പാലെടുക്കണ്ട, നിങ്ങളുടെ സ്കിന്നിലേക്ക് ചേരണ എന്തെങ്കിലും ഒന്ന് എടുക്കുക. അതിന് ശേഷം നിങ്ങളിതുപോലെ ചെയ്യുക. തക്കാളി ജ്യൂസ് അത് നല്ലതാണ് കേട്ടോ. തക്കാളി ജ്യൂസ് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ടേ. മൂന്നാല് പ്രാവശ്യം ഞാനിപ്പോൾ ഇങ്ങനെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടണത് നോക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. എനിക്ക് എല്ലാത്തിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നതെന്നല്ല കേട്ടോ, ഈ പഴത്തിൻ്റെ തൊലിയുടെ ഒരു ഇതായിരിക്കും. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കണത്. ചുണ്ടിലൊക്കെയും ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ചുണ്ടത്തെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറ്റി ആ ഒരു കറുപ്പ് കളറിനെയൊക്കെ മാറ്റാനൊക്കെ ഇത് നല്ലപോലെ സഹായിക്കും. പഴത്തിൻ്റെ ആ നാരും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുഖത്തേക്ക് നമ്മളിങ്ങനെ ഉരച്ചൊരച്ചാവുമ്പോൾ നമ്മുടെ മുഖത്ത് മുഴുവനും ആവും. പിന്നെ ഞങ്ങളിതിങ്ങനെ വിടുക ഒരു 10-20 മിനിറ്റ്. നമ്മളൊരു പാക്ക് ഇട്ടാൽ ഇങ്ങനെ എന്നെന്തി ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ അങ്ങോട്ട് വിടുക. അതിന് ശേഷം മുഖം കഴുകി നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം ഇടുക. ടോണർ യൂസ് ചെയ്യണവരാണെന്ന് വെച്ചാൽ ആദ്യം ടോണർ, അതിന് ശേഷം സിറം യൂസ് ചെയ്യണവരാണെന്ന് വെച്ചാൽ സിറം, പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ തേക്കുക. ഞാനിപ്പോൾ രാത്രിയാണ് ഇത് ചെയ്യണത്, അതുകൊണ്ട് തന്നെ നമുക്ക് സൺസ്ക്രീൻ തേക്കണ്ട. ഇതൊക്കെ ചെയ്ത് മോയ്സ്ചറൈസറും ചെയ്താൽ കഴിഞ്ഞു. പക്ഷേ പകലാണെന്ന് വെച്ചാൽ നിങ്ങളിത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു സൺസ്ക്രീനും കൂടി ഉപയോഗിക്കുക കേട്ടോ. ഇപ്പം ഞാനൊരു 6-7 മിനിറ്റ് ഇപ്പോൾ ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ എനിക്ക് നല്ല പോലെ കാണാണ്ട്, നിങ്ങൾക്കും കാണാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു ഗ്ലോയാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഒരു പഴത്തിൻ്റെ തൊലിയുടെ അവസ്ഥ ഈ ഒരു അവസ്ഥയിലായി കേട്ടോ. അത്രയും ഞാൻ നല്ല മസാജ് കൊടുത്തു. ഇനി നമുക്ക് ഇതിങ്ങനെ വിടാം ഒരു 20 മിനിറ്റ്. അതിന് ശേഷം ഞാൻ കഴുകിക്കളഞ്ഞ് ഞാൻ പറഞ്ഞ മാതിരി ടോണർ, ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ടോണർ യൂസ് ചെയ്യും. അതിന് ശേഷം നല്ലൊരു സിറം ഉപയോഗിക്കും. അത് നിങ്ങളുടെ കയ്യിൽ വീട്ടിലുണ്ടാക്കിയതാണെന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കിയത്, അല്ലെങ്കിൽ വാങ്ങിയതാണെന്ന് വെച്ചാൽ വാങ്ങിയത്. വിറ്റാമിൻ സി സിറം ഉണ്ടെച്ചാൽ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും സിറം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അവനവൻ്റെ കയ്യിൽ എന്താണുള്ളത് അത് ഉപയോഗിക്കുക. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം അത് ഉറപ്പായിട്ടും ചെയ്യണം. നല്ല അടിപൊളിയാവും സ്കിന്ന്. എൻ്റെ സ്കിന്നിന് നല്ല മാറ്റമുണ്ട്. ഞാനിപ്പോൾ ഈ 15 ദിവസത്തെ സ്കിൻ കെയർ ചാലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വിഷു ആയിട്ട്. അതിലാണ് എൻ്റെ മുഖത്തിന് നല്ല മാറ്റം എനിക്ക് കണ്ടു തുടങ്ങിയത്. അത് ഞാൻ ഭക്ഷണ കാര്യത്തിലും സ്കിൻ കെയർ കാര്യത്തിലും എല്ലാത്തിലും ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ മുഖത്തിന് നല്ല മാറ്റം കണ്ടു തുടങ്ങി. സ്ഥിരമായിട്ട് കാണുന്നവർക്കും മനസ്സിലാവും എൻ്റെ മുഖത്തിന് മാറ്റം ഉണ്ട് എന്നുള്ളത്. അപ്പം നിങ്ങളും ഞാൻ പറഞ്ഞ മാതിരിയൊക്കെ നിങ്ങളത് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്കും മാറ്റം കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അല്ല മാറ്റം കിട്ടിയിട്ടില്ല വെച്ചാൽ നിങ്ങൾ ഇനി ഇത് ഫോളോ ചെയ്ത് വരൂ. നമുക്ക് എല്ലാവർക്കും മുഖം നല്ലൊരു ഹെൽത്തി സ്കിന്നാക്കാം. വെളുക്കുകയെന്ന് മാത്രമല്ല, കറുത്തിട്ടാണെച്ചാലും ഇരുനിറക്കാരാണെച്ചാലും വെളുത്തോരാണെച്ചാലും ഒക്കെ സ്കിന്നിനൊരു തിളക്കം, നല്ലൊരു ഗ്ലോയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നല്ലൊരു ഹെൽത്തി സ്കിൻ, പിഗ്മെൻറ്റേഷൻ മാറി, മോക്കുരു എന്ന പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറി, ഡിസ്കളറേഷൻ മാറി, ഡാർക്ക് സർക്കിൾ മാറി, ഇതൊക്കെ മാറിയിട്ട് നല്ല ഒരു ഗ്ലോയോടുകൂടിയുള്ള മുഖം. അത് വെളുത്തവർക്ക് മാത്രമല്ല ഗ്ലോ, കറുത്തവർക്കും ഇരുനിറക്കാർക്കും ഒക്കെ ഉണ്ട് ആ ഒരു ഗ്ലോ നമ്മുടെ മുഖത്തേക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ വെളുത്തിട്ടല്ല, ഞാൻ ഇരുനിറക്കാരിയാണ്. അപ്പോൾ ആ ഒരു ഗ്ലോ വരുമ്പോൾ നമുക്കൊന്ന് വെളുത്തു എന്ന് തോന്നും. അതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യേ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പം ഞാൻ ഈ പഴത്തൊലി വെച്ചിട്ടുള്ള മസാജിങ് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് നിങ്ങൾ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ചോട്ടിലോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടി നിങ്ങളൊന്ന് അറിയിച്ചാൽ എനിക്ക് സന്തോഷമാവും. കാരണം എനിക്ക് ചെയ്തപ്പോഴൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടി. ഇപ്പോഴും എൻ്റെ മുഖത്തിന് ഇപ്പോൾ ചെയ്തപ്പിക്കുന്ന നല്ലൊരു തിളക്കം പോലെ തോന്നി. ഇപ്പോൾ തന്നെ നോക്ക് ആ സ്കിന്നിൽ അത് ഉണങ്ങാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. 15 മിനിറ്റെങ്കിലും വയ്ക്കുക. അതിനുശേഷം മുഖം കഴുകിയിട്ട് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഇത് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് അറിയുക. ഒരിക്കലും മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.